എല്ലാവർക്കും നമസ്കാരം. മഹരജ്യോതി യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ സത്യവാൻ സാവിത്രിയുടെ കഥയും പിന്നെ സാവിത്രി വ്രതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കാലത്തെയും വെന്റ് കാന്തനെ തിരികെ വാങ്ങിയ സ്വാതി അവൾ സാവിത്രി. പതിവ്രതകളിലെ മികവും പ്രസിദ്ധിപ്പെട്ടവളാണ് സത്യവാന്റെ പത്നി സാവിത്രി. അല്പായുസായിരുന്ന സത്യവാൻ ദീർഘായുസ് നൽകാൻ യമധർമ്മനോട് വാഗ്വാദം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തതാണ് സാവിത്രി. സാവിത്രിയുടെ പതിവ്രത മൂലം തന്റെ ഭർത്താവിന്റെ ആയുസ്സും രാജ്യവും വീണ്ടു കിട്ടിയ കഥയാണ് സത്യവാൻ സാവിത്രി കഥ. ഈ കഥയെ മാർക്കണ്ഡേയ മഹർഷി മഹാഭാരതത്തിൽ ദ്രൗപദിയും പാണ്ഡവരും വനവാസം ചെയ്യാൻ പോയിരിക്കുമ്പോൾ ദ്രൗപദിക്കും യുധിഷ്ഠിരനും പറഞ്ഞു കൊടുത്ത കഥയാണ് ഈ സത്യവാൻ സാവിത്രിയുടെ കഥ. ഈ വ്രതത്തെ നമ്മൾ സാവിത്രി വ്രതം എന്ന് പറയാം, ഗൗരി വ്രതം എന്ന് പറയാം, പിന്നെ കാമാക്ഷി വ്രതം എന്നും കൂടി പറയാം. നമുക്ക് മത്ര നാട്ടിന്റെ രാജാവായിരുന്ന അശ്വപതിക്കും പത്നി മാലതിക്കും ജനിച്ച ഒരേ ഒരു മോളാണ് സാവിത്രി. സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിനാലാണ് അശ്വപതിക്ക് സന്താന പ്രാപ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അശ്വപതി തന്റെ മോൾക്ക് സാവിത്രി എന്ന് പേരിട്ടു. അതേപോലെ തന്നെ സാൽവ നാട്ടിന്റെ രാജാവായ ത്രിമത്സേനന്റെ ഒരേ ഒരു മോനായിരുന്നു സത്യവാൻ. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ത്രിമത്സേനന്റെ കണ്ണു ബാധിച്ചു കാഴ്ച നഷ്ടപ്പെട്ടു. ഇതറിഞ്ഞ ശത്രുക്കൾ ത്രിമസേനന്റെ രാജ്യം പിടിച്ചെടുത്തു. അപ്പോൾ ത്രിമസേനനും അവരുടെ പത്നിയും മകൻ സത്യവാനും കാട്ടിലേക്ക് പോയി. പിന്നെ കാട്ടിലെ ഒരു ആശ്രമം കെട്ടി താമസിച്ചായിരുന്നു. ഒരു ദിവസം സത്യവാൻ വിറക് ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ കാട്ടിൽ വച്ച് സാവിത്രി സത്യവാനെ കണ്ടു. പിന്നെ അവർ രണ്ടുപേരും ഒരുത്തരെയൊരുത്തർ മനസ്സിലാക്കി പ്രേമത്തിലാകുകയും ചെയ്തു. ഇത് അറിഞ്ഞ നാരദർ സത്യവാന്റെ അല്പായുസെ കുറിച്ച് സാവിത്രി എടുത്തു പറഞ്ഞു. ഇന്നും 12 മാസങ്ങളെ സത്യവാൻ ജീവിച്ചിരിക്കും എന്നു. പക്ഷെ സാവിത്രി അതൊന്നും കേൾക്കാതെ സത്യവാനെ തന്നെ കല്യാണം കഴിച്ചു കാട്ടിലേക്ക് ചെന്നു. 1 വർഷം മാത്രമേ ജീവിക്കാൻ പോകുന്ന തന്റെ ഭർത്താവിന് വേണ്ടി സാവിത്രി രാവിലും വൈകിട്ടുമായി സർവമംഗളരൂപിണി നിത്യസുമംഗലിയായ പാർവതി ദേവിയെയും ശിവപെരുമാനെയും വേണ്ടി വ്രതമിരുന്ന് പൂജ ചെയ്യുമായിരുന്നു. രാവിലും വൈകിട്ടും പൂജ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം സത്യവാൻ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ പതിവില്ലാതെ സാവിത്രിയും സത്യവാന്റെ കൂടെ ചെന്നു. അപ്പോൾ സത്യവാൻ കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി സാവിത്രിയുടെ മടിയിൽ തലവച്ച് കിടന്നു. യമൻ കയ്യിൽ കാലപാശത്തോട് പോത്തിന്റെ പുറത്ത് കയറി സത്യവാന്റെ ജീവൻ, അതായത് ആത്മാവിനെ യമലോകത്തിന് കൊണ്ട് ചെല്ലാൻ വേണ്ടി വരും. യമധർമ്മൻ സത്യവാന്റെ ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ സാവിത്രി തടഞ്ഞു. ഇത് എന്റെ കൺകണ്ട ദൈവമാണ്, ഇവരെ കൊണ്ടുപോകുവായെങ്കിൽ എന്നെയും കൊണ്ടുപോകണമെന്ന് യമധർമ്മനോട് വാദം ചെയ്യും. സാവിത്രി യമന്റെ കൂടെ വാദിട്ട് എല്ലാ ലോകങ്ങളെയും കടന്നു ഇപ്പൊ യമലോകത്തിലേക്ക് ചെന്നു സാവിത്രി. അപ്പോൾ ആ യമൻ ആലോചിക്കുന്നു, എത്ര ഒരു പതിവ്രത ആയതുകൊണ്ട് ജീവനോടെ ഇരിക്കുമ്പോൾ യമലോകത്തിന്റെ വാതിൽ വരെ വന്നിരിക്കുന്നു ഈ സ്ത്രീ. ആരും യമലോകം ഇതുവരയ്ക്കും വന്നിട്ടില്ല. നീ യമലോകം വരെ വന്നിരിക്കുന്നു, നീ എന്ത് വേണമെങ്കിലും ചോദിക്കും, പക്ഷെ നിന്റെ ഭർത്താവിനെ മാത്രം ചോദിക്കരുത് എന്നൊക്കെ പറയും. പിന്നെയും സാവിത്രി എന്റെ ഭർത്താവിനെ എൻ്റെ അടുത്ത് താ, എൻ്റെ ഭർത്താവിനെ തിരിച്ചു താ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ യമധർമ്മരാജാവ് പറയും, നിന്റെ ഭർത്താവിനെ ഇതുവരെ വേറെ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് വരവായിട്ട് തരാം എന്നൊക്കെ പറയും. അപ്പോൾ സാവിത്രി പറയും, എൻ്റെ അമ്മായച്ചനക്കും അമ്മായിയമ്മയ്ക്കും കണ്ണ് കാണാൻ പറ്റത്തില്ല, അവർക്ക് തിരിച്ച് കണ്ണ് കാണാൻ പറ്റണം എന്നൊക്കെ ചോദിക്കും. അപ്പം യമധർമ്മരാജാവ് പറയും, തഥാസ്തു, നീ പറഞ്ഞതുപോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് ആദ്യം ഒരു വരം കൊടുക്കും. പിന്നെയും സാവിത്രി തിരിച്ച് ഭൂലോകത്തിലേക്ക് വരുത്തില്ല. അപ്പോൾ പിന്നെയും യമധർമ്മരാജാവ് പറയും, എന്ത് ഇന്നും പോവാത്തതിന്. പിന്നെ പറയും, അവർക്ക് കണ്ണ് മാത്രം കണ്ടിട്ട് കാര്യമൊന്നുമില്ല, അവർ ഇളന്നു പോയി അത്ര രാജ്യവും തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ യമധർമ്മരാജാവ് പറയും, ഓക്കെ തഥാസ്തു, നീ പറഞ്ഞതുപോലെ ആവട്ടെ എന്ന് പറഞ്ഞ് വരം കൊടുക്കും. ഇപ്പൊ 2ാമത്തെ വരവും സാവിത്രിക്ക് കിട്ടി. പിന്നെ സാവിത്രി പറയും, പിന്നെ സ്വാമി ഞാൻ പതിവ്രതയാണ്, എനിക്ക് ഉത്തമമായ ഒരു 100 കൊച്ചുങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പം ഇതറിയാതെ യമധർമ്മരാജാവ് എന്ത് പറയും, തഥാസ്തു, നീ പറഞ്ഞതുപോലെ ആവട്ടെ എന്ന് പറയും. പറഞ്ഞപ്പം പിന്നെ എന്ത് നീ പോവാതെ ഇവിടെ നിൽക്കുന്നേ, നീ ചോദിച്ച വരവെല്ലാം ഞാൻ നിനക്ക് തന്നില്ലേ, എന്ത് ഇന്നും പോവാത്തതേ എന്നൊക്കെ പറഞ്ഞ് യമധർമ്മരാജാവ് ചോദിക്കും. അപ്പോൾ പറയും, സ്വാമി നിങ്ങൾ 2 വരം തന്നോ, 3ാമത്തെ വരം ഒന്നും തന്നില്ലല്ലോ. അതെന്താ, ഞാൻ തന്നല്ലോ,
അപ്പോൾ യമധർമ്മ രാജാവ് ആലോചിക്കും മൂന്നാമത്തെ വരെ എന്തായിരുന്നാണ്. അപ്പോൾ പറയും ഞാൻ പതിവ്രതയാണ്, എനിക്ക് എൻ്റെ ഭർത്താവ് ഇല്ലാതെ എനിക്ക് കൊച്ച് എങ്ങനെയാവും, അതുകൊണ്ട് ആ രാജ്യത്തെ ആളാണും ആ രാജ്യത്തെ ഭരിക്കാനും എനിക്ക് കൊച്ചുങ്ങൾ വേണം, അതൊക്കെ എൻ്റെ ഭർത്താവ് എനിക്ക് തിരിച്ചു വേണം എന്നൊക്കെ പറയും. അപ്പോൾ യമധർമ്മ രാജാവ് അതിൻ്റെ സന്തോഷത്തോട് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമാനാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഭർത്താവിൻ്റെ ജീവനെയും ആത്മാവിനെയും തിരിച്ചു കൊടുത്തു വിടും. ഈ കഥയിലിരുന്ന് നമുക്ക് 2 കാര്യം നല്ലപോലെ മനസ്സിലാവും. അത് എന്തെന്ന് വെച്ചാൽ എത്രയേ വലിയ വിധി ആയിക്കോട്ടെ, എത്രയേ വലിയ പ്രശ്നം ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് എത്രയേ വലിയ വിധിയായിരുന്നാലും നമ്മുടെ മതി കൊണ്ടും നമ്മുടെ ദൈവ പ്രാർത്ഥന കൊണ്ടും നമുക്ക് അത് ജയിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് ഈ കഥയുടെ ഒരു എക്സാമ്പിൾ. ഇനി ഈ 2ാമത്തെ കഥ എന്ന് പറയുന്നത് എത്ര നമ്മൾ ധൃതിയായിട്ട് എടുക്കുമ്പോഴും അർജൻറ്റായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഒരു ഡെസിഷൻ എടുക്കരുത്. അത് എന്തെന്ന് വെച്ചാൽ യമധർമ്മ രാജാവ് അങ്ങനെയല്ലേ, അവരുടെ ഒരു എന്തായാലും അവരുടെ ധർമ്മത്തിലിருந்து അവർ ഒന്ന് മാറി എന്നുവെച്ചാൽ അവർക്ക് എന്തായാലും ജീവനെ തിരിച്ചു കൊടുക്കാനുള്ള അധികാരം യമധർമ്മ രാജാവുക്ക് ഇല്ല. പക്ഷേ അവരുടെ ഒരു ധൃതി കൊണ്ടും അവരുടെ ഒരു അർജന്റ് കാരണം കൊണ്ടുമാണ് ആ ഒരു ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം, എത്ര ധൃതിയായിരുന്നാലും എത്ര അർജന്റ് ആയിരുന്നാലും നമ്മൾ ഒരു കാര്യം ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കൂളായിട്ടും അത് ആലോചിച്ച് അതിൻ്റെ മുമ്പും ബാക്കിലും ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ഈ കഥയെ കൊണ്ട് നമ്മളുടെ ലൈഫിലേക്ക് 2 കാര്യമായിട്ട് നമുക്ക് എടുക്കാം. മാർച്ച് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മൾ ഈ വ്രതം പിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ ഈ ചരട് മാറ്റുന്നവർ രാവിലെ 9:30 to 10:30 വരെ ഉള്ള നല്ല സമയത്തിൽ ചരട് മാറ്റാം. അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ 5 to 6 മണിക്ക് നമുക്ക് ചരട് മാറ്റാം. അതൊരു നല്ല സമയമാണ്. വെള്ളിയാഴ്ചയും കൂടി വരുന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ വ്രതം പിടിക്കാം. പിന്നെ ആ വ്രതം പിടിക്കുമ്പോൾ അതൊക്കെ നിവേദ്യമായിട്ട് തമിഴ്നാട്ടിലേക്ക് കാരടയാന്ന് പറയും. നോൻപിൻ്റെ പേര് കാരടയ നോൻപ്. അതായത് കാറാമണി കൊണ്ട് അട ഉണ്ടാക്കി നിവേദ്യമായിട്ട് വയ്ക്കും. പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. നമ്മളിവിടെ പെരുമ്പയർ കൊണ്ട് അത് വേവിച്ചിട്ട് നമുക്ക് നിവേദ്യം വയ്ക്കാം. എന്ന് വെച്ചാൽ സത്യവാൻ സാവിത്രി കാട്ടിലല്ലേ അവരൊക്കെ ജീവിച്ചത്. അപ്പോൾ അവിടെ കാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് അവർ പാർവതി ദേവിക്ക് പൂജ ചെയ്തത്. കാരാമണിയും പയറും അങ്ങനത്തെ ചെറിയ കാട്ടിൽ കിട്ടുന്ന പൂക്കളെ കൊണ്ടാണ് അവർ പൂജ ചെയ്തത്. വെറും സിമ്പിളായിട്ടുള്ള പൂജ, പക്ഷെ ഭയങ്കര ശക്തിയും പവർഫുള്ളായിട്ടുള്ള ഒരു ഫലം കിട്ടുന്ന ഒരു പൂജയാണ്. പിന്നെ ഈ ചരട് മാറ്റുമ്പോൾ ചൊല്ലാനുള്ള തമിഴ് മന്ത്രവും ഉണ്ട്. പിന്നെ പൂജ ചെയ്യുമ്പോൾ നമുക്ക് ചൊല്ലാനുള്ള സംസ്കൃത മന്ത്രവും ഉണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. തോരം ഗൃഹ്ണാമി സുഭഗേ സഹാരിത്രം തരാമിഹം വർദ്ധുഹു ആയുഷ്യ സിദ്ധ്യർത്ഥം സുപ്രീതാ ഭവ സർവദാ. ഈ മന്ത്രം 108 പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്നവർ ചൊല്ലാം, അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 21 പ്രാവശ്യമെങ്കിലും നമുക്ക് ചൊല്ലാം കേട്ടോ. ഇത് മാത്രം ചൊല്ലണമെന്നല്ല, ദേവിയുടെ ഏത് മന്ത്രം നമുക്ക് അറിയാവുന്ന മന്ത്രം ചൊന്നാലും കുഴപ്പമില്ല. പക്ഷെ കുറഞ്ഞത് ഒരു 21 പ്രാവശ്യം നമുക്ക് ചൊല്ലണം. പിന്നെ തമിഴിൽ ഒരു മന്ത്രമുണ്ട്, സ്ലോഗൻ ഉരുഹാതെ വെണ്ണയും ഓരടയും നാനൂറ്റേൻ ഒരു കാലും എൻ കണവർ എന്നെ വിട്ട് പിരിയാതെ ഇരിക്ക വേണ്ടും എന്ന് പറഞ്ഞിട്ട് പൂജ ചെയ്യും. പിന്നെ ചരട് കെട്ടുമ്പോഴും അതിൽ മഞ്ഞൾ തേച്ചിട്ട് ഇങ്ങനെ പുതിയ ചരട് കെട്ടും. ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഭർത്താക്ക് നല്ല ദീർഘായുലും കിട്ട് ആരോഗ്യത്തോട് ജീവിക്കും. ഇത് കല്യാണം കഴിഞ്ഞവർ മാത്രമല്ല ചെയ്യേണ്ടത്, ഈ കല്യാണം കഴിയാത്ത പെണ്ണുങ്ങളും നമുക്ക് ഇത് ചെയ്യാം. അവർ കയ്യിൽ ചരട് കെട്ടി അങ്ങനെയും ചെയ്യും. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഭർത്താവ് കിട്ടും, അതാണ് സത്യം. അപ്പോൾ നമ്മൾ എല്ലാവരും വെള്ളിയാഴ്ച ഈ സാവിത്രി വ്രതം നോറ്റ് നമ്മുടെ ഭർത്താക്കന്മാർക്ക് നല്ലത് കിട്ടട്ടെ, നമുക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ വ്രതം തുടങ്ങാം. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.